അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇവിടെ എന്തായാലും മേവർ. അപ്പോൾ ഗൈസ്, ഇന്ന് ഹാർഡ്കോർ മൈൻക്രാഫ്റ്റ് സീരീസിലെ ഏതോ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒന്നും ഒരു ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയത്. അപ്പം നമ്മൾ ബേസ് കയറി ഉണ്ടാക്കാൻ പോണു ഗൈസ്. ഏതാ ഞാൻ തന്നെ പ്രോ പ്ലെയർ. മുമ്പ് പറഞ്ഞാലൊന്നും അല്ല, കിഡിലം ബേസ് ഉണ്ടാക്കും. നമ്മൾ കിഡിലം ബേസ് ഒന്ന് ഉറങ്ങി എണ്ണീക്കണം. അയ്യോ. അപ്പോൾ ഗൈസ്, ഇത് വലിയൊരു പണിയായിരിക്കും. കുറച്ച് നേരത്തെ ടൈം എടുത്ത് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഇനിയും തൊട്ടുള്ള സെറ്റ് എന്ന് വെച്ചാൽ ഫുള്ളി ഇനി മാറില്ല, ബേസൊന്നും മാറില്ല. ഇത് തന്നെ ആയിരിക്കും പെർമനൻറ്റ് ബേസാണിത്. അപ്പുറത്തൊരു വില്ലേജ് ഉണ്ട്, ഫ്രണ്ടിൽ ഓഷ്യൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ചെറിയൊരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ആ സൈഡ് താഴെയല്ല, അതും സെറ്റ് ചെയ്യണം. എന്തായാലും ബിൽഡ് ചെയ്യുന്നതിന് നല്ല കോബിൾ സ്റ്റോണൊക്കെ നല്ല ആവശ്യം വരും. ചിലപ്പോൾ ഞാൻ സ്റ്റോൺ യൂസ് ചെയ്യില്ല, സ്മെൽറ്റ് ചെയ്തേ. അത് നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത്ര ഒന്ന് ക്ലിയർ ചെയ്യണം. അയ്യോ, ഇത് ഭയങ്കരമാണ്, എനിക്ക് ഇഷ്ടമല്ലാതെ പരിപാടി. ഇത് ക്ലിയർ ചെയ്യണം. ഈ തൊട്ട് ബാക്കിൽ സവാനഭയമാണ്, അതാണ് എനിക്ക്. പക്ഷേ ഇവിടെ ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ തന്നെ ചെയ്യാൻ നിർത്തിയത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തിയത്. അപ്പം ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്നു. ഏത് ഗൈസ്, നമുക്ക് ഇവിടുന്നേലൊക്കെ തുടങ്ങണം. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് തുടങ്ങാം. ഈ ഒരു ലെവലിൽ തന്നെ ഒരു ബ്ലോക്ക് വെക്കണം. അത് ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഇതിന് നേരെയാണ് ആണാണ്. ഇപ്പം കുറച്ചുകൂടെ ചെറുതായി, കുറച്ച് വലിയ സെറ്റപ്പ് ചെയ്യണം. ഏത് നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഓക്കെ ഗൈസ്, ഇതായിരിക്കും. ഇതൊരു ബേസിക് സ്ട്രക്ചറാണ് നമ്മുടെ വീടുണ്ടാക്കാൻ പോകുന്നതിൻ്റെ. ഇത് നല്ല പണിയുണ്ട്, കുറേ റിസോഴ്സ് വേണം, എല്ലാം കളക്ട് ചെയ്യണം. പിന്നെ ഹാർഡ് കോർ ആയതുകൊണ്ടാണ് ഇത് റിസോഴ്സ് കളക്ട് ചെയ്യാൻ പോകാൻ നേരം തന്നെ ഞാൻ ചാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ റെക്കോർഡ് ചെയ്താണ് ഞാൻ എപ്പോഴും കളിക്കുന്നത്. നല്ല ടൈം എടുക്കും, കുഴപ്പമില്ല, ഇതെല്ലാം ശരിയാക്കാമല്ലോ. എല്ലാത്തിനും വഴിയുണ്ട്. അപ്പോൾ ഈ പില്ലർ തന്നെ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് നീളത്തിൽ വേണം. ഇവിടെ ഇരിക്കട്ടെ, കിട്ടുമോ? ഓക്കെ. ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ വരും, ഇവിടെ വല്ലതും വരുമായിരിക്കില്ലേ? ഇവിടെ തന്നെ വരും. ഓക്കെ, പക്ഷേ ഇത്രയായിരിക്കും മെയിനായിട്ടുള്ളൊരു പില്ലർ. എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് വരണമല്ലോ. ഇതിവിടെ എവിടെയാണോ? അവിടെ അല്ല, ആണോ? അല്ലല്ല, നല്ല നടക്ക് ഇവിടെ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ ജംഗിൾ ലോഗ് കിട്ടാൻ നല്ല പാടാണ്. ഇനിയിപ്പോൾ 10,000 ബ്ലോക്കൊക്കെ തിരിച്ചു പോകണം, നല്ല ജംഗിൾ ലോഗ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നോർമൽ ഓക്ക് ലോഗ് വെച്ച് തന്നെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. ഈ പില്ലർ ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇതിലും ചെയ്തതാണ്. നമുക്ക് സ്ട്രിപ്പ് ചെയ്യാം ആക്സ് വെച്ച്. അപ്പം സെറ്റാകുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെയ്യുവാണെങ്കിൽ സ്പ്രൂസ് ലോക്കൊക്കെ ചെയ്യണം, പക്ഷെ അത് കിട്ടൂല. ഞാൻ ഇവിടെ എല്ലാം നോക്കി കുറേ ഇടത്ത്, പക്ഷെ ഇവിടെ ഒന്നും സ്പ്രൂസ് ഇല്ല. എന്താ ചെയ്യാൻ പറ്റും? അപ്പം നമുക്കിത് ചെയ്യണം. ബേസ് കിഡിലും ബേസ് ആയിരിക്കും. ഏത് മാറിപ്പോയി. അപ്പോൾ ഗൈസ്, ഇത് കുറച്ചങ്ങോട്ട് ചെയ്യും. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ കവർ ചെയ്ത് കൊണ്ടുവരാം. അതിൻ്റെ നടുക്ക് നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ സ്റ്റോൺ വെക്കാം. എന്താ വെച്ചാൽ വൃത്തിയുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്താ ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് നോക്കണം ഗൈസ്. ഈ ലോഗ് ഒരു സുഖമില്ല കേട്ടോ. സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭംഗി അങ്ങ് പോവും. ഇതുണ്ടാ. അപ്പോൾ ഗൈസ്, ഇനിയും വുഡ് മൈൻ ചെയ്യാൻ പോകണം. ഇതിവിടെ എന്താ ബാക്കിൽ സവാനഭയമാണ്. ആ വുഡ് എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ പോയി കുറച്ച് വുഡ് മൈൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ നേരം പോയി മൈൻ ചെയ്ത് 1.5 സ്റ്റാക്ക് വുഡ്, 2 സ്റ്റാക്കാകാറായി. 2 സ്റ്റാക്ക് വുഡ്. അപ്പോൾ ഗൈസ്, ഇതിങ്ങനെ കുറച്ച് ഞാൻ ഒരു ബേസിക് സ്ട്രക്ചർ പോലെ നമുക്ക് സെറ്റ് ചെയ്യണം. ബാക്കി എന്തോ ഐഡിയ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ വെച്ച് പോയി ഇത് ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കണം.
ഗൈസ് ഞാൻ കുറച്ച് പോയി നോക്കി, ഇവിടെ ഒന്നും ജംഗിൾ ലോഗ് കിട്ടുന്നില്ല. അതിന് മുമ്പൊക്കെ ഇനി തിരിച്ചു എനിക്ക് വയ്യ. ഗൈസ് ജംഗിൾ കണ്ടിരിക്കുന്നത് നല്ല പണിയാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ വെച്ച് പോയി ഫുള്ളും സെറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഫുള്ള് വെച്ച് തീർന്നു. ആ സ്ട്രക്ചർ ഞാൻ ഫുള്ള് വെച്ച്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. കണ്ട ഇവിടെ ഞാൻ ഇത്രയാണ് സെറ്റ് ചെയ്തത്. ഗൈസ് അടി ഇതിന് കറക്റ്റ് ഇതിന് വേണ്ടെങ്കിൽ കുറേ 2 പില്ലർ അങ്ങാണ്ട് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നില്ല. ഇതേണ്ട ഇവിടെ ഒരു പില്ലർ സെൻട്രലായിട്ട് അവിടെ ആയിരിക്കും മിക്കവാറും. ഇവിടെ ആയിരിക്കും നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ഇവിടെ 2 ചെസ്റ്റ് വെച്ചേക്കാം. എൻ്റെ കയ്യിൽ കുറേ ആവശ്യമില്ല, മാറിപ്പോയി. അപ്പോൾ ഗെയ്സ് ഇത് ഡബിൾ ചെസ്റ്റ് ആക്കി വെച്ചേക്കാം. പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും എടുത്ത് വെച്ചേക്കാം. ലെതർ, സീഡൊക്കെ കുറേ ഉണ്ട്, സാപ്ലിങ്, ഡോറ്, ഷവല് എല്ലാം എടുത്ത് വെച്ചേക്കാം. ഫാമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റ് ചെയ്യാം ഗൈസ്. ഈ ചെസ്റ്റ് പോയി അത് പൊട്ടിക്കണം. ഇത് പൊട്ടിച്ച് ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് അവിടെ വെക്കണം ഗൈസ്. ഇപ്പം നമുക്ക് കുറച്ച് ടോർച്ചൂടെ വേണം ഗൈസ്. ഇത് ലൈറ്റ് ചെയ്യണമെങ്കിൽ നല്ലപോലെ വേണം. പക്ഷേ അതിനുള്ള കോൾ എൻ്റെ കയ്യിലില്ല. എനിക്ക് കോൾ തപ്പിപ്പോണം ഗൈസ്. അത് ഭയങ്കര മെനയാണ്. എൻ്റെ കയ്യിലാണ് ടോർച്ചൊന്നുമില്ല. അയ്യോ, വെപ്പണെല്ലാം എടുത്ത് വെച്ചേക്കാം. ലാപ്പീസ് ലാപ്പീസൊക്കെ ഉണ്ട്. ഈ ലാപ്പീസൊക്കെ എപ്പോൾ കിട്ടിയ? കേവി പോയപ്പോൾ കിട്ടിയല്ലേ എന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അയ്യോ, ബേബി സോംബി മറക്കാൻ പറ്റുമോ? ഈ കോൾസോൺ വെച്ചേക്കാം. എന്തായാലും ഇവിടെ ഞാൻ ഇത് വേണമല്ലോ. ഫർണസ് ഉണ്ട് അതിനകത്ത്. ഞാൻ കൊണ്ടുവന്നില്ലേ ഫർണസ്? ഞാൻ കൊണ്ടുവന്നില്ല ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഫർണസ് ഉണ്ടാക്കി എൻ്റെ. അപ്പോൾ അത് സ്റ്റോണാക്കി നോക്കാം. അത് 2 കൂടെ വെച്ച് നോക്കാം. അതിൽ ഇതിന് മാച്ചാന്ന് നോക്കട്ടെ. ഒരു സ്റ്റോൺ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഉണ്ടാക്കാം. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. ഇത് സ്റ്റോൺ കിട്ടി. ഇത് 2 കൂടെ വെച്ച് നോക്കണം. ഇതിൽ ഏതാണ് കൊള്ളാമെന്ന് നോക്കണം. പക്ഷേ സ്റ്റോൺ ഉണ്ടാക്കാൻ നല്ല ഇതിന് ആവശ്യമുണ്ട്. കോളൊന്നുമില്ല എൻ്റെ കയ്യിൽ. വുഡ് തന്നെ വെക്കണം. അത് പക്ഷേ ശരിയാവില്ല ഗൈസ്. കോൾ സ്റ്റോൺ തന്നെ വെക്കാം. സിൽക്ക് ടച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ വെച്ച് ഫുള്ള് പോകണം. ഇതിങ്ങനെ. അപ്പോൾ ഗൈസ് ഇത് ഫുള്ള് വെച്ചോണം. അപ്പോൾ ഗൈസ് ഞാൻ ഇത് ഫുള്ള് വെച്ച് തീർന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഏകദേശം ഇത്രയും വെച്ച് തീർന്നപ്പോഴത്തേക്ക് സ്റ്റോണെല്ലാം തീർന്നു. ഞാൻ എൻ്റെ ഐഡിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ സൈഡിൻ്റെ ടോപ്പ് സൈഡ് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടുന്ന് വലിയൊരെണ്ണം അതേത് തന്നെ ടച്ചായിട്ട് ഒരെണ്ണം വരുന്ന പോലെ സെറ്റ് ചെയ്യണം. മനസ്സിലായി? ഇവിടുന്ന് ഇത് ടച്ചായിട്ട് ഒരെണ്ണം വരുന്ന പോലെ സെറ്റ് ചെയ്യണം. ഇവിടുന്ന് ഒരൊറ്റ ആർച്ച് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുന്ന് ഒരെണ്ണം ടച്ച് അതേ തന്നെ ടച്ചായിട്ട് ഒരെണ്ണം വരും. ടോട്ടലി 3 എണ്ണം. അല്ല, ഇവിടെ ഒരെണ്ണം, എൻ്റെ ഇപ്പുറത്ത് ഒരെണ്ണം, മറ്റേത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യണം. മനസ്സിലായി? ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എന്തോ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായി വരും. അപ്പോൾ കേസ് കുറച്ച് പരിപാടി ഉണ്ട്. നല്ല വുഡ് നല്ല വില വേണം. അപ്പോൾ അത് വുഡെല്ലാം വേണം, സ്റ്റോൺ വേണം. അപ്പോൾ കേസ് ഞാൻ പോയി കുറച്ച് മൈൻ ചെയ്തിട്ടൊക്കെ വരണം. ഞാൻ താഴെ മൈനിങ്ങൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ കേസ് ഞാൻ താഴെ വലിയൊരു കുരു കുഴിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ആവശ്യമില്ലാത്ത എനിക്ക് ആപ്പിൾ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് കയ്യിൽ. ഫർണസിനകത്തും കിട്ടിട്ട് പോവാം. എൻ്റെ ഓക്കെ. ഇവനേത് നീ കൊച്ചിറക്കൻ അഹങ്കാരമല്ലേ അതൊക്കെ. ഇവിടെ കുറച്ച് ഇവിടെ ഒന്നും കേവ് ഒന്നുമില്ല ഗൈസ്. ഞാൻ നോക്കിയില്ല. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് പോയാലും കേവൊക്കെ ഉള്ളു. ഇവിടെ സെറ്റ് ചെയ്യാം. എൻ്റെ സ്റ്റോൺ പിക്കാക്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നൊന്ന് കുഴിച്ച് നോക്കാം. സ്റ്റോൺ എവിടെ വരും? സ്റ്റോൺ നല്ല ആവശ്യം വരും ഗൈസ്. ഈ ബിൽഡ് ഫുള്ള് ഞാൻ ചെയ്യണമെങ്കിൽ കുറേ സ്റ്റോൺ വേണം. അത് ആ ഒരു ഫ്രെയിമും പിന്നെ മണ്ടയ്ക്ക് കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ വേണം. ഇവിടെ ഇത്രയും സ്റ്റോണൊന്നുമില്ല. സ്റ്റോൺ നല്ല ഇത് പോകണം. ഇവിടുന്ന് നമുക്ക് സ്റ്റെയർ പോലെ ഇതായിട്ടും സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ മൈ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ് ഞാൻ ഫുള്ള് വെച്ച് തീർത്ത് ഗൈസ്. ഇവിടെ ഫുള്ള് വെച്ച്. ഇവിടെ കുറച്ച് സ്ഥലമൊന്നും എംപ്റ്റി ആയിട്ടുള്ളൂ. എല്ലാം ബാക്കിയെല്ലാം വെച്ച് ഏതാ ഇപ്പോൾ ഒരു കൊള്ളാം.
അത്യാവശ്യം വലിയ കുറവാണ്. മണ്ടയ്ക്കോട്ട് ഇവിടെ മണ്ടയ്ക്കോട്ട് കുറച്ച് സ്റ്റെയർ വെച്ച് വേണം. സ്റ്റെയറും പോട്ട് അത് ഞാൻ എന്താ വെച്ചാൽ സെറ്റ് ചെയ്യണം ഗൈസ്. എന്നുവെച്ചാൽ ഇവിടെ ഈ ഒരു ലെവൽ ആ ഒരു ലെവലിൽ ഫുള്ള് വെച്ച് പോകണം. എന്നുവെച്ചാൽ അവിടെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സൈഡ് പോലെ സെറ്റ് ചെയ്യണം, മനസ്സിലായേ? അതിന് നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കി വെച്ച് നോക്കാം. ഗൈസ് ഞാൻ സ്റ്റെയർ എന്തായാലും വെക്കുന്നില്ല. സ്റ്റെയർ വെച്ച് വേറെ പരിപാടിയുണ്ട്, ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. സ്ലാബിൻ്റെ ഗൈസ് കുറേ സ്ലാബ് വേണം ഗൈസ്. എവിടെ സെറ്റ് 99+. അപ്പോൾ ആവശ്യമുള്ള ആവുമെന്ന് തോന്നുന്നു. ഇല്ല, ഇതിലും വേണമെന്ന് തോന്നുന്നു. 2 സ്റ്റാക്ക് എങ്ങാണ്ടായതുള്ളൂ. ബേസ് ഞാൻ ഇവിടുന്ന് മേളോട്ടൊരു സ്റ്റെയർ സെറ്റ് ചെയ്യണം. ഈ സ്ലാബ് വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ ഗൈസ്, കുതിര ഗൈസ് ഒരു സാഡിൽ ഉണ്ടാക്കുമായിരുന്നു കിടിയാൻ. ലെതറുണ്ട്. ലെതറാ എന്തൊക്കെയായിരുന്നു വേണ്ടേ? അയൺ വേണമല്ലേ? അയൺ എടുത്തില്ല. അയൺ വേണം. ഒരെണ്ണം അങ്ങോട്ട് വേണം. അയണുവാ. കുതിര ഗൈസ്, കുതിര കിടിലം വരിക. അപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ കൂടെ പോയിരുന്നു. സാഡിലിൻ്റെ ഏതിലായിരുന്നു സാഡിൽ? ലെതറില്ല ഗൈസ്. വെളിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വെളിയിലോട്ട് പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഒരു കവ്വെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഒന്നുമില്ലേ? ഒരെണ്ണം പോലും നിൽപ്പില്ല. അയ്യോ ഗൈസ്, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇപ്പം ഞാൻ ഗൈസ് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കട്ടെ, ഒരു ലെതറും എല്ലാം കിട്ടും. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ചങ്ങോട്ട് പോയി, ലെതറൊന്നും കിട്ടിയില്ല ഗൈസ്. കുതിര കിട്ടിയില്ല. ഏതെങ്കിലും ഒന്ന് നോക്കാം. ആ കുതിര ഡീസ്പോണായെന്ന് അറിയില്ല ഗൈസ്. നോക്കട്ടെ ഗൈസ്, ഡീസ്പോണാടാ. അയ്യോ ഡീസ്പോണായി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് പുതിയ കുതിര വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, ലെതർ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട് കുഴപ്പമില്ല. പോയടാ ഷെയർ. ഞാൻ ഇവിടെ ഗൂഗിൾ വെക്കാട്ട് ഇങ്ങനെ ഷെയർ പോലെ വെക്കണം. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ, മനസ്സിലായേ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ ഇതിങ്ങനെ പോയിട്ട് മേളിക്ക് വെച്ചാൽ ഒരു ഹൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ പറഞ്ഞുതരാം ചെയ്ത് കാണിച്ചു പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം ഇത്ര ചെയ്തില്ലേ? ഇവിടെ ചെയ്തിട്ട് ഇതിങ്ങനെ ഇവിടെ ഫുള്ള് ഇവിടെ നിൽക്കാൻ പറ്റുന്ന സ്ഥലം പോലെ ആകണം. എന്നിട്ട് ഒരു 2-3 ബ്ലോക്ക് കൂടെ മണ്ടക്കോട്ട് തന്നെ ഇങ്ങനെ തന്നെ സ്റ്റെയർ പണിയണം. ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഒരെണ്ണം കൂടെ വേണം. ഒരെണ്ണം കൂടെ ആണോ? അവിടെ ഒരു സ്റ്റെയർ ഒഴിക്കണം. ഒന്നൊഴിക്കട്ടെ. ഈ ഒരു ലെവലിൽ തന്നെ ഇവർ ഫുള്ള് കവർ ചെയ്യണം, മനസ്സിലായേ? ഇത് ഇങ്ങനെ തന്നെ കാണിച്ചില്ല. ഇങ്ങനെ ഇത് ഫുള്ള് കവർ ചെയ്യണം, മനസ്സിലായേ? ഇവിടെ ഫുള്ള് കവർ ചെയ്യണം. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോറേജ് സാധനമൊക്കെ താഴെ ആയിരിക്കും. ബെഡ് സംഭവമൊക്കെ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഫുള്ള് കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഗൈസ് അവിടെ ഫുള്ള് ഞാൻ ചെയ്തിട്ട് ഇത് ഫുള്ള് ഞാൻ മറ്റേ ഇത് തന്നെ വെച്ചാണ് ചെയ്തത്. ഈ സ്ലാബ് വെച്ചാണ് തന്നെ ചെയ്തത്. ഇപ്പം നമ്മൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ഫുള്ള് കവർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇവിടെ ഇത്രയും ഈ ഒരു ലെവൽ പൊക്കത്തിലായിരിക്കും വരുന്നത്, മനസ്സിലായേ? ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ഇതുണ്ടോ, ഇവിടെ ഇത്രയും ഞാൻ സ്ലാബ് വെച്ച് തന്നെ ചെയ്തു. ഇവിടെ ഇത്രയും കവർ ചെയ്തു. ഇവിടെ ഇപ്പോൾ ഇത്ര ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. ഗൈസ് ഇവിടുത്തെ അത്രേ ഉള്ളൂ, മനസ്സിലായി? ഇപ്പം ബാക്കി എന്ത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇനിയും നമുക്ക് കുറച്ചുകൂടെ സ്റ്റോണിൻ്റെ ആവശ്യമാണ്. അപ്പോൾ കുറച്ചുകൂടെ മൈൻഡ് ചെയ്യുമ്പോൾ ഇനിയും പോകണം. അയ്യോ ചെയ്യുമ്പോൾ കുറച്ച് ഇത് വേണം, ഗ്രാനൈറ്റ് വേണം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് താഴോട്ട് മൈൻഡ് ചെയ്യട്ടെ. ഇത് കുറച്ച് ബോറിങ് പരിപാടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാൻ താഴോട്ട് പോയിട്ട് എന്താ എവിടെയെങ്കിലും ചെല്ലുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് എനിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ഇങ്ങനെ കുഴിച്ച് വന്നൊരു കേവിനകത്ത്. ഇത് സോംബിയൊക്കെ പോകണം, ഞാൻ തിരിച്ച് കയറി പോകണം. ഇപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ ഹാർഡ് കോർക്ക് തീരും. ഏത് അത് വേണ്ട. ഗൈസ് ഗ്രാനൈറ്റ് തന്നെ. അപ്പോൾ ഗ്രാനൈറ്റ് ഞാൻ പറയാൻ വന്നത് ഗൈസ് ഇവിടെ കുറച്ച് ഗ്രാനൈറ്റ് കിട്ടി. അപ്പം നമുക്ക് ആ സ്റ്റെയറിൻ്റെ സംഭവം ഞാൻ സെറ്റ് ചെയ്യാം. ഇത് വെച്ച് നമുക്ക് കുറേ പരിപാടികളുണ്ട്, കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടെ ഇത് ഫുള്ള് നമുക്ക് ഇതിൽ കുറച്ച് ആവശ്യമുണ്ട് കഴിച്ചു വെച്ചാൽ ഇതിൻ്റെ കളർ നൈസാണ്, ഗ്രാനൈറ്റിൻ്റെ കളറേ. ഇതിപ്പോൾ എന്ത് ബിൽഡ് ഉണ്ടാക്കിയാലും ഇത് അതിൻ്റെ കൂടെ ചേരും.
ഓക്കെ, ഇത് മതിയാവുമായിരിക്കും. കയറിപ്പോ നോക്കട്ടെ. രാത്രി നൈറ്റ് ആയില്ല. അതായിരിക്കും നമ്മുടെ മൈനിങ് ഏരിയ. നമുക്ക് എന്താ ഫുള്ള് കവർ ചെയ്ത് താഴോട്ട് പോയി ഡീപ് സ്ലൈറ്റ് വരെ പോവാം. ഗൈസ് ഇവിടെ നിന്ന് മണ്ടയ്ക്കാറുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഈ 2 ബ്ലോക്ക് മതിയായിരിക്കും ഗൈസ്. ഈ 2 ബ്ലോക്ക് പൊക്കത്തിൽ തന്നെ മതിയായിരിക്കും. 3 ബ്ലോക്ക് വേണം തോന്നുന്നു കേട്ടോ. ഇവിടെ ഇത്രയും ഇങ്ങനെ ഫുള്ള് സൈഡ് കവർ ചെയ്യണം, മനസ്സിലായേ? അവിടെ നമുക്ക് നിൽക്കാൻ പൊക്കത്തിനും സ്ഥലം വേണം, മനസ്സിലായേ? അപ്പോൾ അവിടെ ഇത്രയും എന്തെങ്കിലും സെറ്റ് ചെയ്യണം തന്നെ. എന്തുവാ 3 ബ്ലോക്ക് ഇരിക്കട്ടെ. ഞാൻ തിരിച്ചത് ഇങ്ങനെയല്ല. സോറി ഗൈസ്, ഇങ്ങനെയല്ലായിരുന്നു. അത് ഞാൻ പൊളിച്ചു പറ്റാം ഗൈസ്. ഈ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് ഇതേപോലെ ഫുള്ള് അങ്ങ് വെച്ച് ചേർക്കണം. അതേപോലെ മണ്ടയ്ക്കും. ഞാനത് വെച്ച സ്ഥലം മാറിപ്പോയി ഗൈസ്. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ അത്രയും ബ്ലോക്ക് വെച്ച് പോവുകയും ചെയ്തു. ഈ ജനലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഗ്ലാസ് അപ്പുറം സ്റ്റാൻഡ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതും എടുത്തിട്ട് വന്നിട്ട് അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് പരിപാടി, പണിയുള്ള പരിപാടിയാണ്. കുഴപ്പമില്ല. കുറച്ച് സ്ലാബൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം എന്തിനായിരുന്നു? ഗ്രാനൈറ്റ് സ്റ്റെയർ. അതിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഗ്രാനൈറ്റ് സ്റ്റെയർ ഉണ്ടാക്കാം. കുറച്ച് ചെറിയ പരിപാടിയുണ്ട് ഗൈസ്. ഇത് നമുക്ക് കൊണ്ട് അവിടെ വെക്കണം. മാറിക്കണം. ഇതും പൊളിച്ചു മാറ്റണം. എന്നിട്ട് ഇത് ഈ സൈഡിലോട്ട് വെക്കണം. അപ്പോൾ അത് 2 കണക്റ്റ് ആയിട്ടിരിക്കും, മനസ്സിലായി? മാറി എവിടെ പറയട്ടപ്പം നീ മാറിയിട്ട് മാറാ. നീ തീർന്നേ മാറും. പറഞ്ഞാൽ കേൾക്കണം, മനസ്സിലായി? അപ്പോൾ ഗൈസ് ഇത് പുള്ളിക്കര വെച്ച് പോകണം. അപ്പം അന്ന് ശാപം തോന്നുന്നു ഗൈസ്. വെക്കുന്നില്ല, മാറി പോകണം. ഇത് ഇത്രയും വെച്ച് പോകണം ഗൈസ്. ഇതിങ്ങനെ ചുറ്റും വെക്കണം. അപ്പം എന്തുവാ നമ്മൾ വീടുണ്ടാക്കിയതിൻ്റെ ഒരു ലുക്കിൽ കിട്ടും. ഈ ഗ്രാനൈറ്റ് ഒരു നൈസ് ബ്ലോക്കാണ്. കുറേ പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ശീപ്പിച്ച് ഗൈസ് തീർന്നു ഗൈസ്. അപ്പം ഇനി ഫുള്ള് സെറ്റ് ചെയ്യണം. ഇനി കുറച്ചുകൂടെ വേണം ബ്ലോക്ക് ഗ്രാനൈറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ അത് പോയി ഒന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ അത് പോയി മൈൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നൈറ്റായി. കയറി സ്പൈർ. അയ്യോ ഇവനേതാ? ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നല്ലേ? നീ ഏതാണോ? ഇറങ്ങിപ്പോടാ. ഇതെൻ്റെ ബേസ്. ഇറങ്ങിപ്പോ ഗൈസ്. എൻ്റെ കയ്യിൽ ഉറങ്ങി എണ്ണീതേക്കാം ഗൈസ്. എൻ്റെ കയ്യിൽ ടോർച്ചല്ലേ ഗൈസ്. ഞാൻ കോള് തപ്പി എവിടെ വരെ പോയെന്നറിയാം. 15 കോളം കണ്ട് ഇപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു. 15 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര കിട്ടിയുള്ളൂ. അത് വെച്ചുള്ള ടോർച്ചാണ് 15 ഉള്ളൂ ഗൈസ്. ടോർച്ച് ഉണ്ടാക്കി ഇവിടെ ഫുള്ളൊന്ന് ലൈറ്റ്. ഗൈസ് ഇവിടെ ഫുൾ ലൈറ്റാണ് ഗൈസ്. ഇല്ലെങ്കിൽ വേറെ അമ്മമാരൊക്കെ കയറി ഇതിനകത്ത് പണി ശരിയാവില്ല. എൻ്റെ വീട് എൻ്റർമാനാ. അവിടെ ഇത് പന്നിശാപം തന്നെ ഇത് ഗൈസ്. ഇത് പന്നിശാപം. ഞാൻ മുമ്പ് ഒരുത്തിനെ കൊന്ന്. അയ്യോ ഗൈസ് ഈ ഷെയർ ഉണ്ടാക്കി നമുക്ക് ഇത് തികവായിരിക്കും. ഇതെന്താ തികയും? 44 ഷെയർ ഗൈസ്. ഇത് ഫുള്ള് ഞാൻ വെച്ചെടുക്കണം. അയ്യോ അത് ഇച്ചിരി പണിയാണ്. ഇത് വേണ്ട അടുത്തത് കയറി താഴെ വേണം. നിനക്ക് അങ്ങനെ തന്നെ വേണം ഗൈസ്. ഇത് ഫുള്ള് വെച്ചെടുക്കണം ഗൈസ്. ഇങ്ങനെ തന്നെ ഫുള്ള് ഇത് ചുറ്റി കവർ ചെയ്ത് വെക്കണം. അയ്യോ ഗൈസ് ഇതിപ്പോൾ തന്നെ നല്ല ടൈമായി. ഞാൻ എത്ര നേരമായിട്ടിരിക്കുകയെന്നറിയാം ഇതിൻ്റെ പുറകെ. ഇത് വെക്കണം. ഇത് ഫുള്ള് വെച്ചെടുക്കണം. നല്ല ടൈം എടുക്കും ഗൈസ്. ക്രീപ്പർ. അയ്യോ കുഴിയാ ഗൈസ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വരാം ഗൈസ്. ഐ ആം സോറി ഗൈസ്. ഞാൻ ക്ലിയർ ചെയ്യാൻ പോയതാണ് ചെറുതായിട്ട് ഗൈസ്. ഒന്നും റെക്കോർഡായില്ല ഗൈസ്. എന്തൊരു ചെയ്യാൻ
ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്താണ് ഗൈസ്. ഒന്നും റെക്കോർഡായില്ല, മറന്നു പോയി ചെറുതായിട്ട്. ഗൈസ് ഫുള്ള് പണി ഞാൻ തീർത്ത് ഗൈസ്. അയ്യോ, എന്നെ ഒന്നും പറയരുത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊന്നും തീർന്നു അത്. ഞാൻ റെക്കോർഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ചെയ്ത് ഗൈസ് ഫുള്ള്. അയ്യോ കുഴപ്പമില്ല, കിടിലം വീടാണ് നമ്മുടെ. ഏത് അയ്യോ സോറി ഗൈസ്, ഒന്നും വിഷയമല്ല. നിങ്ങൾക്ക് ഇത് കണ്ട, ഇത് സിമ്പിളാണ്. ഇത് ഫുള്ള് ഞാൻ സ്റ്റെയറാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇത്രയും, ഇത് ഫുള്ള് സ്റ്റെയർ. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെയർ. നടുക്ക് മാത്രം ഒരു ലോഗോ ഞാൻ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഈ സ്ലാബ് വെച്ചേക്കുന്നത്. സ്ലാബ് അവിടെ അത്രയും ഫുള്ള് സ്ലാബ്. ഇത് രസമില്ല. ഇത് മാറ്റിയിട്ട് ഒരു സ്റ്റെയർ വെച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. സെറ്റായി. അപ്പോൾ അത് സെറ്റ് കേസ്. ഇത് കൊള്ളാം. അപ്പം ഇവിടെ ഇത്രയും നമുക്ക് ഈ സ്ലാബ് വെച്ച് പോകാം. ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്. ഇവിടെ ഇത്ര സ്ലാബ് വെച്ച് പോകണം. ഈ സൈഡ് ഫുള്ള് സ്ലാബ് വെച്ച് പോകണം. ഇത് വരാത്ത ഗൈസ്, ഇത് ഫുള്ളിങ്ങനെ സ്ലാബ് വെച്ച് ഫുള്ള് പോകണം. അയ്യോ ഗൈസ്, എന്തൊരു ചെയ്യാൻ. അപ്പോൾ ഗൈസ് സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, സബ് ചെയ്യണേ. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കമൻറ്റ് ചെയ്യാം, നമുക്ക് അതേപോലെ ഇവിടെ ചെയ്യാം. വേണ്ടി ബീക്കറൊക്കെ കൊണ്ടുവെക്കണമെന്നും പറഞ്ഞോളാം അതിൽ. അയ്യോ നൈറ്റായി. അപ്പോൾ ഗൈസ് നമുക്ക് ഉറങ്ങണം. അയ്യോ അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ബേസ് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഏതാ കിടക്കിയില്ലേ? ഞാൻ തന്നെ. ആറാവുന്ന ഈ ബിൽഡിങ് അറിയത്തില്ലെന്ന്. ഏതാ ഈസ്റ്ററോട് കൊണ്ടുപോയേക്കാം. ഗ്രാനൈറ്റ് തീർന്നു ഗൈസ്. മണ്ടോഷം ഞാൻ ഇതാണ് ചെയ്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഈ സെയറൊന്ന് കൊണ്ട് വെച്ചിട്ട് വരാം. ഇവിടെ എല്ലാം വെച്ചേ. ഇവിടെ ഒരെണ്ണം. ഇതിവിടെ മതിയാകുമായിരിക്കും. അയ്യോ തികയത്തില്ല. ആടാ ഒരെണ്ണം ഗൈസ്, ജസ്റ്റ് ഒരെണ്ണം. അയ്യോ ജസ്റ്റ് അതിന് എത്തിയതോടെ കുഴപ്പമില്ല. ഇവിടെ ഇത്രയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പുതിയ ബിൽഡൊക്കെ നമുക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ ഷെയർ ചെയ്യൂ. അപ്പം കണ്ടാ മണ്ടയ്ക്ക് ഞാൻ ഇതാണ് വെച്ചേക്കുന്നത്, ഡിയോറൈറ്റ്. ഗൈസ് നമുക്ക് കുറച്ച് ഗ്ലാസ് വേണം. അപ്പോൾ ഞാൻ പോയി കുറച്ച് സാൻഡ് മൈൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് സാൻഡ് കൊണ്ടുവന്നു. ഇത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാനിടാം. എന്താകാത്തെ പോക്ക് ഷോപ്പ് ഇപ്പോൾ സെറ്റായി. അപ്പോൾ ഗൈസ് അത് അവിടെ കിടന്ന് സ്മെൽറ്റ് ആട്ടത്. നമുക്ക് മേളവശം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടാ, ഇവിടെ നിന്ന് ഇങ്ങനെ ഡിയോറൈറ്റും കോബിൾ സ്റ്റോണും വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഞാൻ ഇഷ്ട സംഭവമായിരുന്നു. ഡിയോറൈറ്റ് നല്ല ഉപകാരമാകും ഗൈസ്. നൈസാണ്. ഇന്നവിടെ എന്താ സ്റ്റെയർ ഇരിക്കുന്നത്, അതെടുത്ത് കളയണം ഗൈസ്. ഇവിടെയൊക്കെ ഞാൻ മേളിൽ കയറാൻ വേണ്ടി വെച്ചാണ്. പോയി സ്റ്റെയറും എടുത്ത് കളയണമല്ലോ. ഇത് കളാം. അവിടെ ഇനി ഡിയോറൈറ്റ് വെക്കാം. ഉണ്ട് നമ്മുടെ സാധനം സ്റ്റോക്കിരിക്കല്ലേ ഗൈസ്. അപ്പോൾ ഇതുകൂടെ പൊട്ടിച്ച് കളയാം. ഇത് ഫുള്ള് കളിയാണ്. അപ്പോൾ ഗൈസ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു ഏതാണ് ഗൈസ്. എന്തൊരു ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് ഫുള്ള് ഇപ്പോൾ ഇത്ര ഒരു 4 മണിക്കൂർ വർക്കായി കാണും. ഇത് ഫുള്ള് 4 മണിക്കൂർ വർക്കാണ്. ഈ വുഡ് എടുക്കാൻ തന്നെ നല്ല ടൈം എടുക്കും ഗൈസ്. ഈ സ്റ്റോൺ പിക്കാക്സ് ഒക്കെ ചെയ്യുന്ന തന്നെ ടൈം നിങ്ങൾക്ക് അറിയാമല്ലേ. കുറച്ചപ്പുറത്ത് പോയിട്ടാണ് ഞാൻ വുഡ് എടുത്തത്. ഫ്രണ്ടിലോട്ട് സൈഡിൽ പോയിട്ട് ഞാൻ വെളിയിൽ പോയിട്ട് നോക്കായിരുന്നു. ഇതാ ഫ്രണ്ട് കണ്ട, അവിടെ പോയിട്ട് ഞാൻ എടുത്ത്. പിന്നെ ഈ കൊള്ളാം, കിടിലം ബേസ് ബേസ്. അവിടെ കുറച്ച് ക്ലാസ്സിൻ്റെ കുറവില്ലേ. ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം സെറ്റായില്ലേ. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.